സമ്പൂർണ്ണമായി ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങണം എന്ന ഒരു ഡിമാൻഡായിരിക്കും ഒരുപക്ഷെ കർശനമായ ഉപാധികളായിരിക്കും അമേരിക്കയൊക്കെ ഇനി വയ്ക്കാൻ പോകുന്നത്. ഒരു പ്രതീതി ജനിക്കുന്നു ഇസ്രയേൽ ഈസ് ഡോമിനൻറ്റ്, ഇസ്രയേൽ ഈസ് എലിമിനേറ്റിംഗ് ദി റൈവൽ ലീഡേഴ്സ്. ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്ന് ഓർക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കനോട്ട് ബി ട്രസ്റ്റഡ് ഓൾ ദ ടൈം. എക്സാക്ട്ലി. ഇന്ത്യ ബിലീവ്സ് സോ. മോദി ഭാഗ്യത്തിന് ആ ക്ഷണം സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ തീന്മേശയിലിരുന്ന് ആഹാരം കഴിക്കുന്ന അസിം മുനീറിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഒരുമിച്ച് കണ്ട് വണങ്ങിയിട്ട് പോകേണ്ട ഗതികേട് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണോ? സമാധാനം എത്ര അടുത്തെത്തിയിട്ടുണ്ട്? ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയിൽ പ്രതീക്ഷയുണ്ടെന്ന് ഇറാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? എന്താണ് ഇവിടെ ഇന്ത്യക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന നയതന്ത്ര ഇടപെടൽ? ഒപ്പം തന്നെ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള എൻട്രി ആയിരിക്കും അസിം മുനീറിലൂടെ നടത്താൻ പോകുന്നത്? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സമാധാനം എത്രത്തോളം അകലെയാണ്? ഇപ്പോൾ ടോക്സ് ഒക്കെ നടന്നു, പക്ഷേ അതിൽ സമാധാനത്തിലേക്ക് കൃത്യമായ ഒരു മാർഗ്ഗരേഖ കിട്ടിയിട്ടില്ല. പക്ഷേ എത്രയും വേഗം സമാധാനത്തിലേക്ക് പോകണമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഇരു കൂട്ടരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അടി തുടരുകയുമാണ്. സമാധാനം നിലവിൽ മരീചികയായി തുടരുന്നു. പക്ഷേ സമാധാന നീക്കങ്ങൾ ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ നേതാക്കൾ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ ഈ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി സംസാരിച്ചു എന്നതല്ലാതെ നിർണായക തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തത വരികയാണ്. കൺസിസ്റ്റൻ്റായ ഒരു നിലപാടാണ്. അതായത് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഞങ്ങൾ പിന്നോട്ടില്ല, ചർച്ച ചെയ്യാം, പക്ഷേ അമേരിക്കയുമായോ എതിർ രാജ്യവുമായോ ചർച്ച ചെയ്യുന്നതിന് ഇറാൻ എതിരല്ല. സമ്പുഷ്ടീകരണം തുടരുകയും അത് ആണവ വ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിലേക്ക് എത്തി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇത് ഇറാൻ്റെ ഒരു നിലപാടാണ്. ഇതിൻ്റെ വിശ്വാസ്യതയാണ് വിഷയം. അതുകൊണ്ടാണ് എന്ത് ഉറപ്പാണ് ഇറാൻ സമ്പൂർണ്ണമായി ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങണം എന്ന ഒരു ഡിമാൻഡായിരിക്കും ഒരുപക്ഷെ കർശനമായ ഉപാധികളായിരിക്കും അമേരിക്കയൊക്കെ ഇനി വയ്ക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് അമേരിക്കയുമായുള്ള ചർച്ചകൾ ഇപ്പോൾ തുടരാനാവില്ല, അതിനുള്ള അന്തരീക്ഷമില്ല. കാരണം ഇസ്രായേൽ ആക്രമണം നിർത്തിയാലല്ലാതെ ചർച്ചകളുടെ സാഹചര്യം ഉരുത്തിരിയുന്നില്ല എന്ന വ്യക്തമായ നിലപാട്. അതേസമയം ഇസ്രായേൽ അതിന് തയ്യാറാകുമോ? വെടിനിർത്തലിന് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ വേണ്ടി അവർ ആക്രമണം നിർത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സാധിക്കും ഇറാൻ്റെ ആണവ പരിപാടികൾ അവസാനിപ്പിക്കാൻ, ആ സങ്കേതങ്ങളെല്ലാം തകർക്കുവാൻ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തു പറയുന്നു എന്നത് മാത്രമല്ല കാര്യം. മുൻകാലങ്ങളിൽ ഇസ്രായേൽ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷെ പറയുന്നത് കൃത്യമായി നടപ്പാക്കുന്നു എന്ന പ്രതീതി ജനിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം വലിയ രീതിയിലാണ് കൊലപാതകങ്ങൾ നടന്നത്. ടോപ്പ് ലീഡർഷിപ്പ് മുഴുവൻ അത് വലിയൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്. ഹമാസിൻ്റെ നേതൃത്വം, ഹിസ്ബുള്ളയുടെ നേതൃത്വം, ഹൂതികളുടെ നേതൃത്വം, ഇപ്പോൾ ഇറാൻ്റെയും നേതൃത്വം ടാർഗറ്റ് ചെയ്യുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യമാണ്. അപ്പം യഥാർത്ഥ പ്രഹരത്തേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയെടുക്കുന്നതിൽ ഇസ്രായേൽ എപ്പോഴും ഒരു മിടുക്കുണ്ട്. ആ മിടുക്ക് ഇപ്പോഴും തുടരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ആക്രമണത്തിലൂടെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെ വധിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പ്രതീതി ജനിക്കുന്നു ഇസ്രായേൽ ഈസ് ഡോമിനൻറ്റ്, ഇസ്രായേൽ ഈസ് എലിമിനേറ്റിംഗ് ദി റൈവൽ ലീഡേഴ്സ്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒരൊറ്റ നേതാവിനെ പോലും ടാർഗറ്റ് ചെയ്യാനോ വധിക്കാനോ മറുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് നോക്കുമ്പോൾ തത്വത്തിൽ ഒരു മേൽക്കൈ ഇസ്രായേലിനാണ് എന്ന് തോന്നാം. പക്ഷേ അത് എത്ര കാലം ഈ ഡോമിനൻസ് സസ്റ്റെയിൻ ചെയ്യാനാവും? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് സം പ്ലെയർ, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഐഡിയൽ പ്ലെയർ, ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് മുന്നേറാനാവും? അത് മാത്രമല്ല, ഇറാൻ്റെ ചില ആണവ നിലയങ്ങൾ, ഫൊർദോയിൽ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ 60 അടിയിലേറെ താഴ്ചയിലാണ്. അത്രയും പെനിട്രേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലില്ല. അതുള്ളത് അമേരിക്കയ്ക്കാണ്. അത് B-2 ബോംബേഴ്സ്, സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉപയോഗിച്ച് വലിയ ഭാരമുള്ള
പിന്നെ 13,000 പൗണ്ട് പിന്നെ ഭാരമുള്ള ബോംബുകളാണ്. അത് ഒരുപാട് തറ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ബോംബുകൾ. ഇപ്പോഴും പൂർണ്ണമായി അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. അത് പരീക്ഷണ ഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഉള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ ആണവ നിലയങ്ങളെ പൂർണ്ണമായി തകർക്കാനൊക്കെ സാധിക്കും എന്നത് അതിര് കടന്ന അവകാശവാദമായിരിക്കാനേ സാധ്യതയുള്ളൂ. മറുവശത്ത് ഇറാന് പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കൂടുതൽ പിന്തുണ തുടക്കത്തിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട്, മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അവിടെ എത്തുന്നു എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ ടൈഡ് തിരിഞ്ഞു എന്ന് കൃത്യം പറയാനാവില്ല എങ്കിലും ഒരുതരം സമനിലയിലേക്കാണ്. ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഈ റഷ്യയുടെയും ചൈനയുടെയും പ്രസ്താവനകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. കാരണം റഷ്യ ഒന്നും ഒരിക്കലും രംഗത്ത് വരില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് കരുതിയത്. കാരണം റഷ്യൻ പ്രസിഡന്റുമായി വ്യക്തിപരമായ ചങ്ങാതം, ഉക്രൈൻ വിഷയത്തിൽ ഉൾപ്പെടെ റഷ്യക്ക് അനുകൂലമാകാവുന്ന രീതിയിൽ അമേരിക്ക നിലപാടെടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യമുള്ളൊരു വിഷയത്തിൽ ഇറാൻ റഷ്യയുടെ സുഹൃത്താണെങ്കിൽ പോലും ഇറാന് വേണ്ടി ശക്തമായി റഷ്യ വാദിക്കും എന്നൊന്നും ട്രംപിൻ്റെ ഒരു ചിന്തയിൽ വന്നിട്ടില്ല. പക്ഷേ അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ചൈന എക്കാലത്തും ഇറാന് പിന്തുണയുമായി എത്തും, അത് അമേരിക്ക അറിയാം. പക്ഷേ അതൊരു വ്യാപാര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അതിനെ വിശകലനം ചെയ്യുന്നത്. അതൊരു പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളോ അല്ല, മറിച്ച് വ്യാപാരമാണ്. ചൈനയുടെ ഏറ്റവും വലിയ ഇറാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. ഇറാൻ്റെ 82% എണ്ണ കയറ്റുമതിയും ഈ റഷ്യയിലേക്കല്ല ചൈനയിലേക്കും മറ്റ് അപൂർവം ചില രാജ്യങ്ങളിലേക്കാണ്. ചൈന എനർജി ഡെഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ആ ബന്ധമുള്ളത് കൊണ്ടാണ് ഇറാന് നിലനിൽക്കാൻ തന്നെ കഴിയുന്നത്. അതുകൊണ്ട് തങ്ങൾ ഏറ്റവും നല്ല ചങ്ങാത്തമുള്ള രാജ്യത്തെ ഈ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചൈന പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ സൈനികമായ പിന്തുണയാവുമോ അതോ പുറമേ നിന്നുള്ള ബാഹ്യമായ നയതന്ത്ര പിന്തുണ, ഒപ്പീനിയൻ മേക്കിംഗ് എന്ന പിന്തുണ മാത്രമാകുമോ, ഇതൊരു ചോദ്യചിഹ്നമാണ്. അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് നമ്മളിപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന ശ്രദ്ധയിൽ വരുന്നത്. ഇന്ത്യയിൽ പ്രതീക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ? ഇത് വളരെ പെർട്ടിനൻ്റ് എന്നാൽ സങ്കീർണമായ ഒരു ചോദ്യമാണ്. മലയാളത്തിൽ പ്രഹേളിക എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കിട്ടുന്ന ഒരു പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ഫീല് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നല്ല ചങ്ങാത്തത്തിലാണ്. അത് ഇന്ത്യയിൽ ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ഉള്ളതും ഒരു റൈറ്റ് വിങ് റാഡിക്കൽ ഒരു സർക്കാരും ഇസ്രായേലിൻ്റെ ഒരു റൈറ്റ് വിങ് ലീഡിങ്ങും കൺവേർജ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ എന്ന ഒരു ലാർജർ നറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതൊരു ലളിത യുക്തിയാണ്. പക്ഷേ ദേശീയ താല്പര്യം, ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണെന്ന് ഓർക്കണം. ആ ദേശീയ താല്പര്യത്തിൽ അതിർത്തി കടന്നു വരുന്ന ഭീഷണി, അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീഷണി നള്ളിഫൈ ചെയ്യാൻ ശക്തമായ അയൽബന്ധങ്ങൾ ഉണ്ടാവണം. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇറാനുമായി ചരിത്രപരമായി അതിശക്തമായ ബന്ധമാണ്. ഈ ശീതയുദ്ധ കാലത്തൊക്കെ ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ വലിയ ഊഷ്മളമായ ബന്ധമാണ്. ആ സമയത്ത് ഓർക്കൂ, കാരണം ഈ റഷ്യയും ഇന്ത്യയും തമ്മിൽ നല്ല ചങ്ങാത്തം ഉണ്ടായിരുന്നൊരു കാലം. ചേരാ നയമൊക്കെ അവിടെ നിൽക്കും, പക്ഷേ റഷ്യയും ഇന്ത്യയും തമ്മിൽ അതിശക്തമായ ബന്ധം, അതേപോലെ തന്നെ റഷ്യയും ഇറാനുമായി ബന്ധം, ഇതെല്ലാം ചരിത്രപരമായൊരു ബന്ധമാണ്. അതിനുശേഷവും ശീതയുദ്ധാനന്തരവും എണ്ണ കച്ചവടം, ഇറാനുമായി വലിയ തോതിലുള്ള എണ്ണ വ്യാപാരം ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഇറാൻ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ 2019 ആയപ്പോൾ ഇറാൻ ഉപരോധം കാരണം വല്ലാതെ വലഞ്ഞു. അപ്പോഴാണ് ഇറാൻ ഇന്ത്യ പൈപ്പ് ലൈനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഫ്രീസറിൽ വയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിന് ഇറാന് ലേശം പരിഭവമുണ്ട് എന്ന് പലയാവർത്തി ഇറാൻ അത് പറയുകയും ചെയ്തു. പക്ഷേ ബന്ധം വഷളായിട്ടില്ല. മാത്രമല്ല ഇറാൻ വിരുദ്ധമായ പ്രസ്താവനകളൊന്നും തന്നെ ഭാരതം നടത്തിയിട്ടില്ല എന്നോർക്കണം. ഇസ്രായേൽ അനുകൂലമായ പ്രസ്താവനകളോ ഇറാൻ വിരുദ്ധമായ പ്രസ്താവനകളോ ഭാരതത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. യുദ്ധം അവസാനിക്കണം, 2 രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയുടെ പ്രഖ്യാപിത നയമായ ഈ ഉഭയകക്ഷി ബന്ധം, ബൈലാറ്ററലിസം അനുസരിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഷാങ്ഹായ് കോഓപ്പറേഷൻ കൗൺസിലിലെ വോട്ടെടുപ്പ് നടന്നു. ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യ വോട്ടെടുപ്പ് നടത്തിയില്ല. ഇറാൻ അനുകൂലമായോ ഇസ്രായേൽ അനുകൂലമായോ നടക്കുന്ന ഒരു പ്രചരണങ്ങളിലും ഇന്ത്യക്ക് പങ്കില്ല. അതുകൊണ്ടാണ് ഇറാൻ്റെ നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. നോക്കൂ, ഇതെവിടെയോ ഒരു ബെൽ റിങ്ങിങ് എ ബെൽ ഇൻ ദ ഹെഡ് ഇല്ലേ എന്നുള്ളതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വൊലോദിമിർ സെലൻസ്കി, യുക്രൈനിയൻ നേതാവ് വൊലോദിമിർ സെലൻസ്കിയും പറഞ്ഞത് ഇത് തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു
ഒരു തന്ത്രപരമായ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഇതിൽ താല്പര്യമെടുക്കണമെന്ന് പുടിൻ പറഞ്ഞു വെച്ചു. ഞാൻ ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണ്, ഇന്ത്യയുടെ മധ്യസ്ഥം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് വൊലോദിമിർ സെലൻസ്കിയും പറഞ്ഞു വെച്ചു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഈ നിർദ്ദേശം വരുന്നത്. ഇസ്രയേലിനും ഇറാനും ഒരുപോലെ അംഗീകരിക്കാവുന്ന ഒരു സ്റ്റേച്ചറിലേക്ക് ഇന്ത്യ വരുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മധ്യസ്ഥത വഹിക്കില്ല. കാരണം ഇന്ത്യക്ക് മധ്യസ്ഥത വഹിക്കാനാവില്ല. അത് നയമാണ്. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തർക്കങ്ങൾ പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഇന്ത്യ പിന്നെ മധ്യസ്ഥത വഹിക്കുമോ? തേർഡ് പാർട്ടി ഇനിഷ്യേറ്റീവ് ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ ഇന്ത്യ തന്നെ ഒരു തേർഡ് പാർട്ടിയാകാൻ ഇന്ത്യ ഒരിക്കലും സമ്മതിക്കും. പക്ഷേ സാഹചര്യം ഒരുക്കി വെക്കാൻ രണ്ട് രാഷ്ട്രങ്ങൾക്കും സംസാരിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിന് അതിന് ഇൻ്റർലോക്യൂട്ടർഷിപ്പ് എന്ന് പറയും. അതിന് ഇന്ത്യക്ക് തീർച്ചയായും ഒരു റോളുണ്ട്, ചരിത്രപരമായ ദൗത്യമുണ്ട്. ഇതാണ് കാരണം ഇന്ത്യ സ്ട്രാറ്റജിക്കലി ഈസ് വെരി ക്ലോസ് ടു ഇറാൻ. സംസ്കാരപരമായി നോക്കൂ, ഇന്ത്യൻ സംസ്കാരം യഥാർത്ഥത്തിൽ ഈ ആര്യൻ വിഭാഗം കടന്നു വന്നത് ഇറാനിയൻ പ്രദേശത്തു നിന്നും സെൻട്രൽ ഏഷ്യയിൽ നിന്നുമാണ്. അപ്പോൾ ചരിത്രപരമായി ഏറെ പടയോട്ടങ്ങൾ കണ്ട മണ്ണ്, ഒരേപോലെയുള്ള ബഹുല സംസ്കാരങ്ങൾ. ഇറാൻ ഇപ്പം നമ്മൾ പറയും ഇറാൻ ഒരു ഷിയ സംസ്കാരമാണ്, അല്ലെങ്കിൽ ഇറാൻ പേർഷ്യൻ മാത്രമാണ്. അല്ല, മൾട്ടി കൾച്ചറലാണ്. ഭാരതത്തെ പോലെ തന്നെ ഒരു മൾട്ടി കൾച്ചറൽ രാജ്യമാണ് ഇറാൻ എന്ന് ഓർക്കണം. അപ്പോൾ അവിടെ ഒരു പേർഷ്യൻ ജനസംഖ്യ ഒരു 50-60% മാത്രമേ ഉള്ളൂ. പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന കുർദുകളുണ്ട്, അറബ് വിഭാഗങ്ങളുണ്ട്, എന്തിന് ജൂതന്മാർ പോലും ഇറാനിലുണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു വൈവിധ്യം ഉള്ള രാജ്യമാണ് ഭാരതത്തെ പോലെ തന്നെ. അതുകൊണ്ട് പെട്ടെന്ന് ഇറാന് ഇപ്പം വൈകി വന്ന ഏത് ബന്ധമുണ്ടെങ്കിലും ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നു, നല്ലതാണ്. പക്ഷേ ഇറാനെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഭാരതത്തിന് ആവില്ല തന്നെ. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷനിലേക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ ചർച്ചകളിലേക്കോ ഇന്ത്യ ഇപ്പോൾ കടക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ടോ? അതോ ഇതിപ്പോൾ എല്ലാം അണ്ടർ കവർ ആയിരിക്കുമോ? ഇല്ല ഇതെൻ്റെ ഒരു കാരണം ദിസ് ഇസ് എൻ ഏർലി പ്രൊജക്ഷൻ. ഐ തിങ്ക് ദിസ് വിൽ ബി ഡിസ്കസ്ഡ് ഇലാബറേറ്റ്ലി ഇൻ ദി ഡേയ്സ് ടു കം എന്നെനിക്ക് തോന്നുന്നു. അത് ഞാൻ ഏർലി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അതിതാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കനോട്ട് ബി ട്രസ്റ്റഡ് ഓൾ ദ ടൈം. എക്സാക്ട്ലി. ഇന്ത്യ ബിലീവ്സ് സോ. വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ട്രംപ് എന്നല്ല, ഏത് നേതാവ് അമേരിക്കയിൽ വന്നാലും ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് അമേരിക്കയ്ക്ക് പ്രധാനം. അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ നിന്നും ഭാരതം ലേശം പിന്നോട്ട് പോയിരിക്കുന്നു. പാകിസ്ഥാൻ ഹാസ് കറപ്റ്റ് ഇൻ ടു ദാറ്റ് സ്പേസ്. ഇന്ത്യ വെക്കേറ്റിയ സ്പേസ് എന്ന് പറയാനാവില്ല, പക്ഷേ പാകിസ്ഥാൻ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ആണ്. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. ആ ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റിൻ്റെ ഒന്നുകിൽ കൂടെ നിർത്തണം, അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യണം. ഇറാനെ കൈകാര്യം ചെയ്യാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ, ട്രംപ് ചോദിച്ചല്ലോ ഒരു 2 ആഴ്ച സമയം, 2 ആഴ്ചയ്ക്ക് ശേഷം ഹെവി പൗണ്ടിങ് ഓൺ ഇറാൻ ലീഡിങ് ടു എയറിയൽ ബോംബാർഡ്മെന്റ്, ലീഡിങ് ടു ഗ്രൗണ്ട് ഒഫൻസീവ്. കരയുദ്ധം നടത്തണമെന്ന് കരുതുക. ഇവിടെയെല്ലാമാണ് എൻട്രി പോയിന്റ്. ഒന്ന് പേർഷ്യൻ ഗൾഫിലെ തുറമുഖങ്ങൾ, ഇറാൻ്റെ തന്നെ തുറമുഖങ്ങൾ, അല്ലെങ്കിൽ തെക്കൻ ഇറാനിയൻ കടലോര മേഖലകൾ. ഒരു നേവൽ ഓപ്പറേഷനിലൂടെ, മെറീൻ ഓപ്പറേഷനിലൂടെ അത് സാധിക്കും. 2, വടക്കൻ കാസ്പിയൻ കടൽ വഴി ഇങ്ങോട്ടുള്ള തള്ളിക്കയറ്റം വെർച്വലി ഇമ്പോസിബിൾ. കാരണം ദാറ്റ് റീജിയൻ ഇസ് ഡോമിനേറ്റഡ് ബൈ റഷ്യ ആൻഡ് ദി അലൈസ്. അപ്പോൾ അവിടെ ഒരു തള്ളിക്കയറ്റം വടക്ക് നിന്ന് ഇറാനിലേക്ക് പറ്റില്ല. അപ്പം ഏറിയൽ ബോംബാർഡ്മെൻറ്റിലൂടെ വീക്കെൻഡ് ആകുന്ന ഇറാനെ ഒരു കരയുദ്ധത്തിൽ നേരിടണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും സൈന്യങ്ങൾ കടന്നു വരണം. അമേരിക്കൻ സൈന്യം. പാകിസ്ഥാൻ ഒരുപക്ഷെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല. പാകിസ്ഥാൻ ഒരുപക്ഷെ ഇസ്രയേലിനെ വരെ ആക്രമിക്കും എന്ന പ്രതീക്ഷ ഇറാൻ നേരത്തെ പങ്കുവച്ചതുമായിരുന്നു. പരസ്യമായി പാകിസ്ഥാന് ഇറാൻ വിരുദ്ധ നിലപാടെടുക്കാനാവില്ല. അതുകൊണ്ടാണ് വൺ മാൻ, മിസ്റ്റർ അസിം മുനീർ, ബിക്കം സോ ഇമ്പോർട്ടൻറ്റ്. ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോഗ് ഇൻ ദി US സ്കീം ഓഫ് തിങ്സ്. ഒറ്റ നിമിഷം കൊണ്ടാണ് അദ്ദേഹത്തെ വെള്ള പൂശി ഭീകരന്മാരെ സഹായിക്കുന്ന കശ്മലൻ ആ ഒരു ടാഗിൽ നിന്ന് മാറി അസിം മുനീറിനെ പരവതാനി വിരിച്ച് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വിളിച്ചിരിക്കുകയാണ്. അതാണ് തരൂർ വലിയ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചു അല്ലേ. ലഞ്ച് ആൻഡ് മഞ്ച് അതൊക്കെ നടക്കും. അതുപോലെ വൈൻ ആൻഡ് ഡൈൻ ഇതൊക്കെ നടക്കും. ലെറ്റ് ഹിം ഹാവ് ടേസ്റ്റി ഫുഡ്, ബട്ട് ദർ ഷുഡ് ബി ഫുഡ് ഫോർ തോട്ട് എന്ന്
ഭംഗ്യാന്തരേണ തരൂർ പറഞ്ഞു വെച്ചു, ഒന്ന് മുനീറിനെ ഒന്ന് ട്രോൾ ചെയ്തതാണ്. പക്ഷേ അതിൽ വലിയൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരാളുമായി, ഒരു ചെക്കേർഡ് പാസ്റ്റുള്ള മിലിറ്ററി ജനറലുമായി, ഫീൽഡ് മാർഷൽ അസിം മുനീറുമായി അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ചർച്ച ചെയ്യുകയാണ്. നോക്കൂ, തരൂർ ഉൾപ്പെടെ അവിടെ ചെന്നു. തരൂർ ഉൾപ്പെടെ അവിടെ ചെന്നപ്പോൾ യു സീ ദ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കണ്ടിച്ച് പോയിക്കോളൂ, അല്ലേ, വിദേശകാര്യ സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ഒക്കെ കണ്ടിച്ച് പോയിക്കോളൂ. ഇന്ത്യ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോഴും കേൾക്കേണ്ടയാൾ അത് കേട്ടോ എന്നതാണ്. അവർ പോയതിന് പുറകെ ട്രംപ് എന്താ പറഞ്ഞു വെച്ചത്? അവരൊക്കെ പറയും, പക്ഷേ നമ്മളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം നടക്കാതിരിക്കുന്നതിന് ചരട് വലിച്ച് നമ്മളാണ്. മധ്യസ്ഥത എന്നൊന്നും പറയുന്നില്ല, അതിന് പിന്നിലെ ശക്തി ഡൊണാൾഡ് ട്രംപ് അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ട് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ആ സമയത്ത് അസിം മുനീറിനെ വിളിച്ചു, ലഞ്ച് കൊടുത്തു. നരേന്ദ്രമോദി കാനഡയിൽ G7 ഉച്ചകോടി സമ്മേളനത്തിൽ ക്ഷണിതാവായി പങ്കെടുക്കാൻ ചെന്ന അതുവഴി അമേരിക്ക വഴി ഇത്രടം വഴി ഒന്ന് വന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ മോദി ഭാഗ്യത്തിന് ആ ക്ഷണം സ്വീകരിച്ചില്ല. അല്ലെങ്കിൽ തീന്മേശയിലിരുന്ന് ആഹാരം കഴിക്കുന്ന അസിം മുനീറിനെയും ഡൊണാൾഡ് ട്രംപിനെയും ഒരുമിച്ച് കണ്ട് വണങ്ങിയിട്ട് പോകേണ്ട ഗതികേടുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഫോർച്ചുനേറ്റ്, വെരി വെരി ലക്കി, ഫോർച്ചുനേറ്റ് ഇന്ത്യ ഹാസ് ടേക്കൺ എ വെരി പ്രിൻസിപ്പിൾ സ്റ്റാൻഡ്. തിരിച്ചു വന്നു കഴിഞ്ഞ് അതുകൊണ്ടാണ് പുനർവിചിന്തനത്തിനുള്ള സമയം. അന്ധമായി അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിനോട് ചേർന്ന് നിൽക്കുന്നതിൽ ഉള്ള അപകടം ഇന്ത്യ മനസ്സിലാക്കുന്നു. പക്ഷേ ഉന്നത രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ള സമയമായി. അവിടെയാണ് ഇറാൻ യുദ്ധം ഇന്ത്യക്ക് നിർണായകമാകുന്നത്. ആ പോയിന്റിലാണ്. അപ്പം ഇവിടെ ഇന്ത്യക്ക് വിരുദ്ധമായൊരു സ്വരം, അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായൊരു സ്വരം ഇന്ത്യയിൽ നിന്നും വരുന്നത്, യുദ്ധത്തിൽ നിന്ന് ഇടപെടുന്ന കാര്യമല്ല പറയുന്നത്, വിരുദ്ധമായ സ്വരം വരുന്നത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ്. ചൈനയും റഷ്യ എന്നൊക്കെ പറയും. പക്ഷേ അതേ ലൈനിൽ തന്നെ റഷ്യ, ചൈന, ഇന്ത്യ ഒന്ന് ആലോചിക്കൂ. ബ്രിക്സ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അനദർ 5 more countries, കൂടുതൽ എണ്ണം വരികയാണ്. അൾട്ടിമേറ്റ്ലി ഇന്ത്യ സ്കീം ഓഫ് തിങ്സിൽ ഡോളറൈസേഷൻ ഓഫ് ദ ഗ്ലോബൽ ഇക്കോണമി, ഗ്ലോബൽ ട്രേഡ്, ഡോളർ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്ന ഗ്ലോബൽ ട്രേഡ് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ, അവിടെയും ബൈലാറ്ററലിസമാണ്. റഷ്യ ഇസ് ഡൂയിങ് ഇറ്റ്. റുപ്പി ടേംസിൽ നമ്മൾ കച്ചവടം നടത്തുന്നു. എന്തുകൊണ്ടായിക്കൂടാ? അവിടെയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിൽ ഇനി ചിന്തിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ നമ്മുടെ നേട്ടം നോക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നേഷൻ ഫസ്റ്റ് അല്ലേ? ഇന്ത്യ ഫസ്റ്റ്. ട്രംപിന് അമേരിക്ക ഫസ്റ്റ് എന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നും പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പറയാമല്ലോ, ഇന്ത്യ ഫസ്റ്റ്, മേക്ക് ഇന്ത്യ. മാഗായ് ഉണ്ടെങ്കിൽ ഇവിടെ മീഗായും ഉണ്ട്, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സ് ഇങ്ങനെ പോകുമ്പോൾ ഇന്ത്യയുടെ സ്കീം ഒരല്പം ഒന്ന് മാറ്റിപ്പിടിക്കാനുള്ള സമയം ആയോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മേക്കിംഗ് റിലേഷൻസ് വിത്ത് ചൈന, ആ റിലേഷൻസിൽ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാനുള്ള സമയം, ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കൂടി ശക്തമായ ബന്ധം ഇന്ത്യയും ചൈനയും തമ്മിൽ ഇനി ചിന്തിക്കുമായിരിക്കുമോ? ഈ ഒരു അച്ചുതണ്ട് കുറേ കൂടി ശക്തമായി വരികയാണ് എന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഭ്രാന്തൻ ചിന്തയാണ്. അല്ല, തീർത്തും ഔട്ട് ഓഫ് പ്ലേസ് അല്ല ചിന്ത. കാരണം ഒരു ചരിത്രപരമായ ഒരു ബ്ലെമിഷുണ്ട്, ഒന്നിലധികം ബ്ലെമിഷുണ്ട്. ബോർഡർ ഡിസ്പ്യൂട്ട്സ്. ഓൾസോ ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തതും ചൈന അതിന് മാപ്പ് ഇപ്പോഴും നൽകിയിട്ടില്ല എന്നോർക്കണം. അപ്പം നിരന്തരമായി ഒരു വഞ്ചക രാജ്യം, വിശ്വാസവഞ്ചന നടത്തിയ രാജ്യം എന്നാണ് ചൈന ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ പരാതി മാത്രമല്ലേ നമ്മൾ കേൾക്കാറുള്ളൂ, ചൈനയ്ക്ക് അതിനേക്കാൾ വലിയ പരിഭവമുണ്ട്. ചൈനയ്ക്ക് ആഭ്യന്തരമായി അനഭിമതനായ ടിബറ്റൻ ആധ്യാത്മിക നേതാവ്, അത് അനഭിമതനാകുന്നത് ആ ടിബറ്റൻ ഇൻറ്റിഗ്രേഷൻ പൂർണ്ണമായി നടക്കണമെങ്കിൽ ദലൈലാമയുടെ കൂടെ അനുഗ്രഹാശിസകൾ വേണമല്ലോ. അതെ, അദ്ദേഹത്തിന് ഇന്ത്യ അഭയം കൊടുത്ത 1959 ആ നിമിഷം മുതൽ ഇന്ത്യയോടുള്ള ഗുഡ് വില്ല് ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. 62 യുദ്ധമൊക്കെ നമുക്കറിയാം. പിന്നീട് നടന്ന യുദ്ധങ്ങളിലൊക്കെ ചൈനയുടെ അദൃശ്യമായ പിന്തുണ പാകിസ്ഥാനായിരുന്നു എന്നതും ഓർക്കണം. പക്ഷെ നേരിട്ട് ചൈന രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ ഗൽവാനിലും അവിടെ അഗ്ലായ് മേഖല, അങ്ങനെ പലയിടങ്ങളിലും, ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിലും കാശ്മീർ, ലഡാക്ക് മേഖലയിലുമൊക്കെ ചൈന ഇന്ത്യ അതിർത്തി തർക്കം നിലവിലുണ്ട്. അത് നിലനിർത്തി. ഇപ്പം നയതന്ത്രപരമായ ഒരു ഫൈനസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നിലനിർത്തിക്കൊണ്ട് തന്നെ
അതിർത്തി തർക്കങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വിശാലമായ ഒരു ലോകക്രമം, അതുള്ള അൾട്ടീരിയർ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ചൈനയും ഇന്ത്യയും പരസ്പരം കടിച്ച് കീറുന്നത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ മാറ്റം കൊണ്ടുവരാനാവൂ. ഇനി ചേഞ്ചിൽ ബെനിഫിഷ്യൽ ടു ഇന്ത്യ. നോക്കൂ, ഡോളർ അധിഷ്ഠിതമായ ലോക വ്യാപാരം, ഇന്ത്യൻ റുപ്പിയും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്ക് നോക്കൂ, എന്ത് ബുദ്ധിമുട്ടാണ്. ഡോളർ അധിഷ്ഠിത ഒരു ക്രമത്തിൽ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. കുറച്ചുകൂടെ ഒരു സുതാര്യമായ വിതരണാത്മകമായ ഒരു സാമ്പത്തിക വ്യാപാര ഫിനാൻഷ്യൽ സ്കീം ഉണ്ടാകണം. അവിടെ ചൈനയും ഇന്ത്യയും യോജിച്ച് നിൽക്കണം. ബ്രിക്സ് ബാങ്കൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നോക്കുമ്പോൾ വിശാല അർത്ഥത്തിൽ എക്കാലത്തും നമ്പാവുന്ന രാജ്യം അന്നും ഇന്നും റഷ്യയാണ്. അതെ, ചരിത്രപരമായി ഇന്ത്യയെ സഹായിച്ചു എന്ന് പറയാൻ ആത്മാർത്ഥമായി സഹായിച്ച ഏകരാജ്യം റഷ്യയാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ മെച്ചമാണ്. ഭാരതം സ്വല്പം വേറിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് ചൈനയുമായ ഒരു സിവിലൈസേഷണൽ ഒരു ടഗ്-ഓഫ്-വാറുണ്ട്. അത് മറികടക്കാൻ, അതിജീവിക്കാൻ കഴിഞ്ഞാൽ അമേരിക്കയുടെ തേർവാഴ്ച അവസാനിപ്പിക്കാം. ഇതൊരു ബാലൻസിങ് ആക്റ്റാണ്. ദിസ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ജനറേറ്റ്, ടു ക്രിയേറ്റ് എ ബാലൻസിങ് ആക്ട്. അതിന് ഇന്ത്യ തയ്യാറെടുക്കുമോ? അതൊരു നിർണായകമായ തീരുമാനമായിരിക്കും. അത് തീർച്ചയായിട്ടും പരസ്യമായ നിലപാടൊന്നുമല്ല, പക്ഷേ ചില പ്രസ്താവനകളിലൂടെ ചെറിയ നയം മാറ്റം, അവിടെ അമേരിക്കയോട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ബാർഗെയിനിങ്. ഇപ്പോഴത്തെ നയം അങ്ങനല്ല. ഇപ്പോൾ ട്രംപ് ഒന്ന് വരട്ടിയപ്പോൾ ട്രംപുമായി ചേർന്ന വ്യാപാര കരാർ ഇന്ത്യക്ക് കൂടി അനുകൂലമാകുന്ന രീതിയിൽ ഒരു ഉഭയകക്ഷി സമഗ്ര വ്യാപാര കരാറിലൂടെ നമ്മളെ ടാരിഫ് യുദ്ധത്തിൽ ഒരു കീഴടങ്ങളെന്ന് പറയുന്നില്ല, പക്ഷേ പരിക്കില്ലാതെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. പക്ഷേ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ റീഗ്രൂപ്പിംഗ് ആവശ്യമാണ്. അവിടെയാണ് ഇസ്രായേൽ ഇറാൻ പോരാട്ടം ലോകത്തിൻ്റെ തന്നെ ഒരു പുനഃക്രമീകരണത്തിന്, റീഗ്രൂപ്പിങ്ങിന് കാരണമാകുമോ? അന്ധമായ ഇസ്ലാമിക വിരോധമോ അല്ലെ അന്ധമായ സിവിലൈസേഷണൽ ഡിഫറൻസോ അല്ല, പ്രായോഗികമായ ചിന്തകൾക്കാണ് പ്രാധാന്യം. ഇത് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഇറാൻ ആൻഡ് ഇന്ത്യ വിൽ ബി സീൻ ഓൺ ദ സെയിം പേജ്. മറ്റൊരു വിഷയത്തിൽ ഒരുപക്ഷെ മറ്റൊരു നിലപാടെടുക്കാം. വിഷയാധിഷ്ഠിതമായ കാര്യങ്ങൾ, ഇസ്രായേൽ അഗ്രസറാണ്, ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇസ്രായേലിന് സ്വയം നിർണയാവകാശമുണ്ട്, നിലനിൽക്കാനുള്ള അവകാശമുണ്ട്. അത് ഇന്ത്യ എക്കാലത്തും ഉയർത്തിപ്പിടിക്കും. പക്ഷേ ഇറാനും സെൽഫ് റെസ്പെക്റ്റിംഗ് രാജ്യമാണ്, നിലനിൽക്കാനുള്ള അവസരമുണ്ട്. അവിടെ ഭരണമാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ആയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഒരു സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട്, ആയത്തുള്ള അലി ഖൊമേനി വധിച്ചുകൊണ്ട്, ഇതൊന്നും അല്ല അന്താരാഷ്ട്ര നീതികൾ. ഇന്ത്യ അതിനൊന്നും ഒരിക്കലും കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നത് അനുവദിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ റെഷീം ചേഞ്ച് ഇന്ത്യയിലേക്ക് കൂടി എന്തുകൊണ്ട് നീണ്ടുകൂടാ? അപ്പോൾ റെഷീം ചേഞ്ച് എന്നൊന്നും പറഞ്ഞ് അതൊന്നും അത്ര നല്ലതല്ല. ഇപ്പം പഴുത്തയില വീഴുമ്പോൾ പച്ചില ചിരിക്കുന്നത് പോലെയാവും ഇറാൻ വീഴുമ്പോൾ ഇന്ത്യ ചിരിച്ചാൽ. അതെ, തീർച്ചയായിട്ടും അത് നമ്മളൊന്നും തിരിച്ച് നോക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? നമ്മളിപ്പോൾ വിയറ്റ്നാമിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു, ഇറാഖിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു, ലിബിയയിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ആ എപ്പിസോഡുകൾ നമ്മൾ മറക്കാൻ പാടില്ല എന്ന് പറയാൻ കാര്യം? അമേരിക്ക ഉദ്ദേശിച്ചെടുത്ത് പിടിച്ച് കെട്ടി എന്ന് തോന്നാം. ഇറാഖിൽ സദ്ദാം ഹുസൈന് രാസായുധങ്ങളുണ്ട്, ജൈവായുധങ്ങളുണ്ട്, ഒരുപക്ഷെ ആണവായുധങ്ങളുമുണ്ട്. ലോകത്തോടായി അമേരിക്ക പറയുക, അതിനുവേണ്ടി ഞങ്ങൾ ഇറാഖിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. സദ്ദാം ഹുസൈനെ പിടിച്ച് വിചാരണ ചെയ്ത് വധിച്ചു. എവിടെ രാസായുധം, എവിടെ ജൈവായുധം? അതെ, കേണൽ ഗദ്ദാഫി അമേരിക്കക്കെതിരെ ചന്ദ്രഹാസം ഇളക്കി നിൽക്കുകയാണ് ലിബിയയിൽ. അവസാനം അട്ടിമറിയിലൂടെ അദ്ദേഹത്തെ നിഷ്കാസിതനാക്കി. ഈജിപ്തിലെ ഭരണകൂടം പുറത്താക്കപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അല്ലെങ്കിൽ അൽ ഖൈദയുടെ സാന്നിധ്യം അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമാക്കി ഉണ്ടായിരുന്നു. 9/11 വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു. അമേരിക്കയുടെ അഭിമാന സ്തംഭം തകർന്നതിൻ്റെ പിന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു കുശാഗ്ര ബുദ്ധി, അത് അമേരിക്ക റെജീം ചേഞ്ചിലൂടെ പരിഹരിച്ചു. എന്തായി ഇവിടങ്ങളിലൊക്കെ ഭാവി? താലിബാൻ ഈസ് ബാക്ക്. 20 വർഷത്തെ ഒളിഞ്ഞു തെളിഞ്ഞുള്ള അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റിന് ശേഷം താലിബാന് തന്നെ അധികാരം കൈമാറിക്കൊണ്ട് അമേരിക്ക പിൻവാങ്ങേണ്ടി വന്നു. നേരത്തെ വിയറ്റ്നാമിനെ കുറിച്ച് സംസാരിച്ചു. വിയറ്റ്നാമിന് എന്താണ് സംഭവിച്ചത്? അമേരിക്കയുടെ സൈനികർ 50,000-ൽ പരം സൈനികർ ഡെഡ് ബോഡീസ് പാക്കറ്റുകളായി അമേരിക്കയിലെത്തി. അവസാനം വിയറ്റ്കോങ് എന്ന ഗറില്ലകൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിന്നു. അമേരിക്ക നാണം കെട്ടു. ഇനി ഇറാഖിൽ എന്താ സംഭവിച്ചത്? സദ്ദാം ഹുസൈൻ ഏകാധിപതിയാണ്, സമ്മതിച്ചു. മനുഷ്യാവകാശ ലംഘനം നടത്തിയിട്ടുണ്ട്. ഷിയാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം നടത്തി, കുർദുകളെ ദ്രോഹിച്ചു, ശരിയാണ്.
പക്ഷേ there was order, there was discipline, there was a state called ഇറാഖ്. ഇന്നെവിടെ? ഇറാഖ് is a failed state. നോക്കൂ, ബാബിലോൺ, മെസപ്പൊട്ടേമിയ, അസീറിയ, ഇല്ലേ, ആ സിവിലൈസേഷൻ്റെ സീറ്റാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടം. അതാണ് ബാബിലോൺ, അതാണ് ബഗ്ദാദ്. എവിടെ ബഗ്ദാദ്? എവിടെ ഇറാഖിൻ്റെ ആ ഒരു വിഖ്യാതമായ ചരിത്രപരമായ പിൻബലം? പോയില്ലേ? അനേക മിലിഷ്യയുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു പാവ സർക്കാരാണ് ഭരിക്കുന്നത്. ഇറാഖിൻ്റെ ആ ഒരു വലിപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. സിറിയ എത്രയോ സംസ്കാരമുറങ്ങുന്ന നാടാണ്. ബഷർ അൽ അസദ് സോളിഡായി സ്റ്റേബിളായി ഭരിച്ചിരുന്നു. റഷ്യയുടെ സഹായം ഉണ്ടായിരുന്നു, ഇറാൻ്റെ സഹായം ഉണ്ടായിരുന്നു. റെജീം ചേഞ്ച് ആരെയാണ് ഏൽപ്പിച്ചത്? അമേരിക്ക എക്കാലത്തും എതിർത്തിരുന്ന അൽ ഖൈദ നേതാവിൻ്റെ പുതിയ രംഗപ്രവേശം. അപ്പോൾ ഈ പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ ന്യായം, തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി പലതും അമേരിക്ക പറഞ്ഞു വയ്ക്കും. അവസാനം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. വൺ ആഫ്റ്റർ ദി അതർ ദ സോളിഡ് administration is replaced by completely, cooked up regimes. അതാണ് ഫെയിൽഡ് സ്റ്റേറ്റുകളെ സൃഷ്ടിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, സിറിയ ഫെയിൽഡ് സ്റ്റേറ്റുകളുടെ വലിയ നിര സൃഷ്ടിക്കുന്നു. ഇറാനും അതുപോലെയുള്ള ഒരു പരാജിത രാഷ്ട്രമായി മാറുമോ? അതാണ് ആശങ്ക. അതുകൊണ്ടാണ് ഒരു റെജീം ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇറാനിലെല്ലാം ഭദ്രമല്ല. തീർച്ചയായും അസംതൃപ്തി നുരഞ്ഞു പൊങ്ങുന്നുണ്ട്. അത് സർഫസിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരു ആക്രമണത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? വിഘടിച്ച് നിൽക്കുന്ന ജനവിഭാഗങ്ങളെല്ലാം തന്നെ ഇറാനിൽ ഒന്നിക്കുന്ന കാഴ്ച കാണാം. അങ്ങനെയാണ്, സ്വാഭാവികമായി അങ്ങനെയാണ്. അപ്പോൾ അത് ലോജിക്കാണ്. പല വിഭാഗങ്ങളും അസംതൃപ്തരാണ്, അല്ലെ, പൗരാവകാശത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഇറാനിയൻ എക്സിസ്റ്റൻസ് ഈസ് ഇൻ ഡേഞ്ചർ. അയത്തുള്ള അലി ഖൊമൈനി മാത്രമല്ല ഇവിടെ വിഷയം. അവിടെയാണ് ഇറാൻ്റെ ദേശീയത മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെടുന്നു. മറ്റ് രാജ്യങ്ങളെ പോലെയല്ല. സദ്ദാം ഹുസൈനെ മാറ്റിയാൽ റെജീം ചേഞ്ചസ് ഷോർ. ഗദ്ദാഫിയെ മാറ്റിയാൽ ലിബിയയിൽ ഭരണമാറ്റം ഉറപ്പാണ്. ഒരുപക്ഷെ കൊറിയയിൽ കിം ജോങ് ഉന്നിനെ മാറ്റിയാലും ഭരണമാറ്റം ഉറപ്പാകും. പക്ഷേ അയത്തുള്ള അലി ഖൊമൈനിയെ മാറ്റിയത് കൊണ്ട് മാത്രം റെജീം ചേഞ്ച് ആ രൂപത്തിൽ വരണമെന്നില്ല. അത്രയ്ക്ക് വൈവിധ്യമാർന്ന ഒരു സ്ട്രക്ചറാണ്, ഇൻറ്റേർണലി കൺസോളിഡേറ്റഡ് ആണ് ഇറാൻ. അതുകൊണ്ടാണ് IRGC ടോപ്പ് ലീഡർഷിപ്പ് എല്ലാം അധികപ്പെട്ടിട്ടും ഇപ്പോഴും ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതും ഒക്കെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് അവിടെ. അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന, അത് മാത്രമല്ല ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്നത് പ്രത്യേക സൈന്യമാണ്. ഇപ്പോൾ അയത്തുള്ള അലി ഖൊമൈനി ഹാസ് ഗോൺ അണ്ടർഗ്രൗണ്ട് ആൻഡ് ഗിവൺ ദി പവർ ടു IRGC ടോപ്പ് ഗൺസ്. അവരാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ടാവും. ഇപ്പം ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്യാതെ ഏകപക്ഷീയമായി അമേരിക്കയ്ക്ക് ഉദ്ദേശിച്ചതുപോലെ റെജീം ചേഞ്ച് കൊണ്ടുവരാൻ ആവും എന്ന് കരുതുന്നില്ല. പക്ഷേ ഇറങ്ങി തിരിച്ചു. ഇസ്രയേലും ഒരു പരിധിവരെ അമേരിക്കയും 15 ദിവസമാണ് 14 ദിവസമാണ് പറയുന്നത് ഇറങ്ങിത്തിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ ഉദ്ദേശിക്കുന്നിടത്ത് പിടിച്ച് കെട്ടാനാവുമോ എന്നതിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു എനിക്കൊരു തോന്നുന്നത്, എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഇതൊരു അധികം വൈകാതെ തന്നെ സമാധാന പുലരും എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ എങ്ങും അവസാനിക്കാതെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ സമാധാനം പുലരണമെങ്കിൽ ഇറാൻ ഒരു കൺസെഷൻ ചെയ്യേണ്ടി വരും. ഒരു കൺസെഷൻ, അതൊരു പക്ഷേ ആണവായുധ നിർമ്മാണത്തിലേക്ക് തങ്ങൾ കടക്കില്ല എന്ന് പറഞ്ഞാൽ പോരാ, ചില വ്യക്തമായ ഉറപ്പുകൾ കൂടെ ലഭിക്കണം. അത് ഏത് തരത്തിലുള്ള ഉറപ്പുകളാണ് എന്നറിയില്ല. IAEA ഇൻസ്പെക്ഷൻ്റെ ഒരു തോത് ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല റിയാക്ടറുകൾ പക്ഷെ ആണവ പ്രോഗ്രാമിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നു, സമ്പുഷ്ടീകരണമേ പറ്റില്ല എന്നത് ഇറാൻ അംഗീകരിക്കാനും സാധ്യതയില്ല. അപ്പോൾ ഇതിനിടയിൽ ഇറാൻ ആവശ്യപ്പെട്ടതും അമേരിക്ക ഡിമാൻഡ് ചെയ്തതുമായ കാര്യങ്ങൾക്ക് ഇടപരുവത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ബയോമീഡിയ സ്ട്രൈക്ക് ചെയ്താൽ ഇറാന് രക്ഷപ്പെടാം, ഇസ്രയേലിന് രക്ഷപ്പെടാം, മുഖം രക്ഷിക്കാം. അല്ലെങ്കിൽ ഇറാൻ എന്താലോചിച്ച് ഇസ്രയേലിനോട് ചോദിക്കില്ലേ? ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആളുകൾ ചോദിക്കില്ലേ? ഇസ്രയേൽ ജനം ചോദിച്ചില്ലേ, മിസ്റ്റർ നെതന്യാഹു എന്തിനും ഞങ്ങളെ ഈ രാജ്യത്തെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി? ഉദ്ദേശിച്ച ഫലം ഒന്നും നേടിയില്ലെങ്കിൽ ഹമാസിനെ തകർക്കാനായില്ല, ഹമാസിനെ പൂർണ്ണമായി തകർക്കാനായിട്ടില്ല. ഇപ്പോഴും യുദ്ധം അവിടെ തുടരുകയാണ് പൂർണ്ണമായി. അപ്പോൾ ഈ ഇറാനെ പോലെ വലിയ ഹമാസ് 345 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഗാസയുടെ ഒരു സംവിധാനമാണ്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. 6-7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഏതാണ്ട് 10 കോടിയോളം 9 കോടി ജനങ്ങളുമുള്ള വലിയ രാജ്യം. ആ രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കി ഉദ്ദേശിക്കുന്നത് പോലെ കൊണ്ടുവരാനാവില്ലെന്നറിയാമല്ലോ. പക്ഷെ എന്തിനു ചെയ്തു എന്ന് ചോദ്യം ഉണ്ടാകും. എക്സാക്ട്ലി, തീർച്ചയായിട്ടും. എന്തായാലും ഈ ചോദ്യങ്ങൾ വളരെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം
ഈ ഒരു വിഷയം അധികം വൈകാതെ തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരികെ എത്തും, അത് പുനഃസ്ഥാപിക്കപ്പെടും. ഒരു ഡീൽ, എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ഡീൽ, അധികം വേദന ആർക്കും നൽകാത്ത ഡീൽ, അതിലേക്ക് നമ്മൾക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ലോകത്തിന് പോകാൻ സാധിക്കും. പക്ഷേ അതിന് മനസ്സ് കാണിക്കേണ്ടത് ഇറാനാണ്, ഒപ്പം തന്നെ അമേരിക്കയാണ്, ഇസ്രയേലാണ്. ഇവരൊക്കെ വേഗത്തിൽ ചർച്ച ചെയ്ത് ആ ഒരു ഡീലിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അവിടെ ഇറാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പ്രാധാന്യം ലോകക്രമത്തിൽ ഒരു കാരണവശാലും കെട്ടുപോയിട്ടില്ല, തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ്. അത് നിർണായകമായ ഒരു ടേൺ സമീപ ഭാവിയിൽ എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ വിഷയം. കാത്തിരിക്കാൻ നമുക്കതിനായി. വളരെയധികം നന്ദി സാർ, ഇത്രയും ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചു. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.